നമസ്കാരം. പ്രധാന വാർത്തകൾ. സൂരജ്കുണ്ട് മേളയിൽ നടുക്കം. ആകാശ ഊഞ്ഞാൽ തകർന്നു വീണ് ഒരാൾക്ക് ദാരുണാന്ത്യം. 13 പേർക്ക് പരിക്ക്. അധികൃതർക്കെതിരെ പ്രതിഷേധം. ഫരീദാബാദ്. ആനന്ദാരവങ്ങളും വർണ്ണവിളക്കുകളും നിറഞ്ഞാടിയ സൂരജ്കുണ്ട് മേളാനഗരിയെ നിശ്ചലമാക്കി വൻ ദുരന്തം. വിനോദമേളയിലെ പ്രധാന ആകർഷണമായ കൂറ്റൻ ആകാശ ഊഞ്ഞാൽ, ജൂല കറങ്ങുന്നതിനിടെ തകർന്നു വീണ് ഒരാൾ മരിച്ചു. ഫരീദാബാദ് സ്വദേശി ജഗദീഷ് പ്രസാദാണ് മരണപ്പെട്ടത്. അപകടത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 13 പേർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച വൈകുന്നേരം 6:15 ഓടെയായിരുന്നു നാടിനെ നടുക്കിയ ഈ സംഭവം. ആകാശത്തുനിന്ന് മരണം പെയ്തിറങ്ങിയ നിമിഷങ്ങൾ. മേളയിലെ ഏറ്റവും വലിയ റൈഡുകളിൽ ഒന്നായ ഊഞ്ഞാൽ കറക്കും കൊടുമുടിയിൽ നിൽക്കെയാണ് അപ്രതീക്ഷിതമായി വൻ ശബ്ദത്തോടെ തകർന്നത്. ആളുകൾ ആഹ്ലാദാരവം മുഴക്കുന്നതിനിടെ ഊഞ്ഞാലിന്റെ ഒരു വശം പെട്ടെന്ന് വേർപെടുകയും വലിയ ഭാരത്തോടെ താഴേക്ക് പതിക്കുകയുമായിരുന്നു. താഴെ നിന്നിരുന്ന ജഗദീഷ് പ്രസാദിന്റെ ശരീരത്തിലേക്കാണ് ഊഞ്ഞാലിന്റെ ഇരുമ്പ് ചട്ടക്കൂടുകൾ വീണത്. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ നടന്ന അപകടത്തിൽ നിന്ന് ഓടി മാറാൻ പോലും ആർക്കും സാധിച്ചില്ല. ചോരയിൽ കുളിച്ചു കിടന്നവരെ കണ്ട് മേളാനഗരി ഒന്നടങ്കം വിറങ്ങലിച്ചു നിന്നു. ഭരണകൂടം ഇടപെടുന്നു. അന്വേഷണത്തിന് ഉത്തരവ്. അപകടം നടന്ന ഉടൻ തന്നെ ജില്ലാ ഭരണകൂടം ഉന്നതതല ഇടപെടൽ നടത്തി. ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിഷ സിൻഹയും ടൂറിസം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പരിക്കേറ്റവർക്ക് അടിയന്തര വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ ജില്ലാ ഭരണകൂടം ആശുപത്രി അധികൃതർക്ക് കർശന നിർദ്ദേശം നൽകി. ദുരന്തത്തിന് കാരണമായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ ഭരണകൂടം ഉത്തരവിട്ടിട്ടുണ്ട്. ദുരന്തം മുൻപേ വന്നോ? സുരക്ഷാ വീഴ്ചയിൽ പ്രതിഷേധം. ഈ വൻ ദുരന്തത്തിന് കൃത്യം 1 മണിക്കൂർ മുൻപ് മേളയുടെ പ്രധാന കവാടങ്ങളിലൊന്ന് തകർന്നു വീണിരുന്നു. അന്ന് ഒരു കുട്ടിയടക്കം 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷവും സുരക്ഷാ പരിശോധനകൾ നടത്താതെ മേള തുടരാൻ അനുവദിച്ചതാണ് ഇപ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മേളാനഗരിയിലെ ഓരോ റൈഡുകളുടെയും ബലപരിശോധനയിൽ വലിയ അനാസ്ഥ നടന്നതായാണ് പ്രാഥമിക വിവരം. പോലീസ് കേസെടുത്തു. കുറ്റക്കാർക്കെതിരെ നടപടി. സംഭവത്തിൽ മേളയുടെ സംഘാടകർക്കും റൈഡ് ഉടമസ്ഥർക്കുമെതിരെ പോലീസ് കേസെടുത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഫോറൻസിക് വിദഗ്ധരും സാങ്കേതിക വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. കുറ്റക്കാർ എത്ര ഉന്നതരായാലും കർശന നടപടി സ്വീകരിക്കുമെന്ന് ഭരണകൂടം വ്യക്തമാക്കി. മേളയിലെ മറ്റ് റൈഡുകൾ താൽക്കാലികമായി നിർത്തിവെപ്പിച്ചു. ഭീതിയിലാഴ്ത്തി മുൻകാല അപകടങ്ങൾ. ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന മേളയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഇത്ര ലാഘവത്തോടെ കൈകാര്യം ചെയ്തതിനെതിരെ വലിയ ജനരോഷമാണ് ഉയരുന്നത്. ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ മേൽനോട്ടപ്പിശകാണോ ദുരന്തത്തിന് ആക്കം കൂട്ടിയതെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കാനാണ് അധികൃതരുടെ തീരുമാനം.